ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഷുവരന്റെ ബാക്കി 3-4 സ്റ്റെപ്പാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വിഷുവരന്റെ 1-ാമത്തെയും 2-ാമത്തെയും സ്റ്റെപ്പാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ബാക്കിയായിട്ട് 3-4 സ്റ്റെപ്പാണ്. പിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു, കുറച്ച് തിരക്കായി പോയി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വിഷുവരവിന്റെ 3-4 സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായി നമസ്കരിക്കാം. ഓക്കെ, ആദ്യമായിട്ട് അരമണ്ഡലത്തിൽ ഇരിക്കുക. ആദ്യമായിട്ട് ഞാൻ എൻ്റെ കാലാണ് കാണിച്ച് തരാൻ പോകുന്നത്. ത തെയ് തെയ് ത ദി തെയ് തെയ് ത. കാലിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഇത് നമ്മൾ എടുക്കുന്ന കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ എടുക്കുമ്പോൾ 2 സൈഡിലേക്കുമാണ്, സെമീസൊക്കെ 2 സൈഡിലേക്കുമാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കിയോ, ശ്രദ്ധിച്ച് നോക്കിയോളൂ. അരമണ്ഡലത്തിൽ ഇരുന്നതിന് ശേഷം ത തെയ് തെയ് ത ദി തെയ് തെയ് ത. അതുപോലെ അടുത്ത സൈഡിലേക്ക് ത തെയ് തെയ് ത ദി തെയ് തെയ് ത. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ശ്രദ്ധിച്ചു കാലിലേക്ക്. ത തെയ് തെയ് ത ദി തെയ് തെയ് ത. അടുത്ത സൈഡിലേക്ക് ത തെയ് തെയ് ത ദി തെയ് തെയ് ത. നമ്മളിത് 2 സൈഡിലേക്കുമാണ് എടുക്കുന്നത്. ഇനി അതിന്റെ കൈ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കൈ ഹളപദ്മമുദ്ര പിടിക്കുന്നു. അതിനുശേഷം ത തെയ് തെയ് ത. മോളി വരുമ്പോ കടക്കാൻ പോവാം. അതുപോലെ തന്നെ തിരിച്ച് ദി തെയ് തെയ് ത. അതുപോലെ തന്നെ അടുത്ത സൈഡിലേക്കും ത തെയ് തെയ് ത ദി തെയ് തെയ് ത. ഇനി ഞാൻ പതുക്കെ കാലും കൈയും കൂടെ ഒന്നിച്ച് കാണിച്ചു തരാം. ശ്രദ്ധിച്ചോളൂ. അരമണ്ഡലത്തിൽ ഇരിക്കുക, ഹളപദ്മം പിടിക്കുക. ത തെയ് തെയ് ത. ഇപ്പൊ മോളി കടകാൻ വന്നു. തിരിച്ച് അതേപോലെ ദി തെയ് തെയ് ത. അതുപോലെ തന്നെ അടുത്ത സൈഡിലേക്കും ത തെയ് തെയ് ത ദി തെയ് തെയ് ത. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ത തെയ് തെയ് ത ദി തെയ് തെയ് ത. അതുപോലെ അടുത്ത സൈഡിലേക്ക് ത തെയ് തെയ് ത ദി തെയ് തെയ് ത. ഇതാണ് വളരെ സ്ലോയിൽ എടുത്ത് കാണിച്ചേക്കുന്നത്. ഇനി അത് കുറച്ച് സ്പീഡിൽ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം. അളവെല്ലാം മുമ്പ് പിടിക്കുക, അരമണ്ഡലത്തിൽ ഇരിക്കുക. അതിനുശേഷം ത തെയ് തെയ് ത ദി തെയ് തെയ് ത ത തെയ് തെയ് ത ദി തെയ് തെയ് ത ത തെയ് തെയ് ത തെയ് തെയ് ത ത തെയ് തെയ് ത ദി തെയ് ത. ഇതാണ് വിഷുവരവിന്റെ 3-ാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷുവരവിന്റെ 4-ാമത്തെ സ്റ്റെപ്പാണ്. കാല് സെയിം ആണ്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിപ്പോ സൈഡിലേക്ക് എടുത്താണ് നമ്മളിപ്പോ ചെയ്തത്. ഇത് നേരെ തന്നെ പഴയ വിഷുവരവിന് 1-2 ചെയ്തത് തന്നെ നേരെയാണ് ചെയ്യുന്നത്. അപ്പൊ കൈക്ക് മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. ആദ്യമായിട്ട് അരമണ്ഡലത്തിൽ ഇരിക്കുക. അതിനുശേഷം കാലാണ് കാണിച്ചു തരാൻ പോകുന്നത്. ത തെയ് തെയ് ത ദി തെയ് തെയ് ത ത തെയ് തെയ് ത ദി തെയ് തെയ് ത. ഞാനിപ്പോ ഒരു സൈഡിലേക്കാണ് രണ്ടെണ്ണം കാണിച്ചത്. ഇനി അതുപോലെ തന്നെ അടുത്ത സൈഡിലേക്ക്
കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നിച്ച് ഞാൻ രണ്ട് സൈഡിലേക്ക് ഒരു തവണ എടുത്ത് കാണിച്ചു തരാം. കാല് മാത്രം. ഇനി ഇതിന്റെ കൈയാണ് അടുത്തായിട്ട് കാണിച്ചു തരാമോ? കൈ നമ്മൾ ഈ മുദ്രയ്ക്ക് പറയുന്ന പേരാണ് ഡോള. കടകാമ്പോ പിടിക്കുക. അതിനുശേഷം ത തേ തേ ത ദി തേ തേ ത. അതുപോലെ തന്നെ അടുത്ത കൈയിലും ത തേ തേ ത തി തേ തേ ത. ഇവിടെ വരെ പോയാൽ മതി. ഫുള്ളായിട്ട് നമ്മളിങ്ങനെ താഴേക്ക് പോകുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ കാലും കൈ കൂടെ ഒരുമിച്ച് കാണിച്ചു തരാം. ശ്രദ്ധിച്ചു. ഡോള പിടിക്കുക, കടകാമ്പോ പിടിക്കുക. ത തേ തേ ത ദി തേ തേ ത. അടുത്ത കയ്യിൽ ത തേ തേ ത ദി തേ തേ ത. വളരെ സിമ്പിളാണിത്. കാല് സെയിം ആണ്, കൈക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഞാൻ കുറച്ച് സ്പീഡിൽ ഇതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം നമുക്ക്. ഡോള, കടകാമ്പ, ഇതാണ് നമ്മള് വിഷുടവിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് വഴങ്ങത്തുള്ളൂ സ്റ്റെപ്പ്. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വിഷുടവിന്റെ 5ഉം 6ാമത്തെ സ്റ്റെപ്പാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ആഴ്ച മുദ്രകളുടെ ബാക്കിയും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.